ശക്തമായ കാറ്റും മഴയും കടൽക്ഷോഭവും കാരണം മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഉപജീവന മാർഗം അടയുമ്പോൾ അതിന് പകരമായി നൽകാമെന്ന് പറഞ്ഞ ധനസഹായവും ഭക്ഷണ കിറ്റും ആർക്കും ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തീരദേശ വാർഡുകളെ മാത്രം തരംതിരിച്ച് ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ അധികമായി വോട്ടർമാരുടെ എണ്ണം കൂട്ടിയതും തീരദേശ ജനതയ്ക്ക് തിരിച്ചടിയായി വാർത്ത കാണും. അതിമനോഹരമായ മണൽത്തിട്ടകളിലേക്ക് അടിച്ചു കയറുന്ന തിരമാലകൾ, അനന്തതയിലേക്ക് അതിവിശാലമായ തിരക്കൈകൾ നീട്ടി ആരെയും മോഹിപ്പിക്കുന്ന കടൽ. അങ്ങനെ കടലെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ചിത്രങ്ങൾ പലതാണ്. തീരദേശവാസികൾക്ക് കടൽ അന്നവും ജീവിതമാർഗവും ഉറപ്പു നൽകുന്നവളാണ്. എന്നാൽ നമ്മൾ ഓർക്കുന്ന മനോഹാരിതയൊന്നും അവർ കാണുന്ന കടലിനില്ല. തുടർച്ചയായി ഉണ്ടാകുന്ന കടലാക്രമണങ്ങൾക്ക് മുന്നിൽ ഇനി എന്ത് എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് തീരദേശ ജനത. വീടിനുള്ളിൽ നിന്നാൽ തിര വന്നു തൊടുന്ന അവസ്ഥ. കാറ്റും മഴയും ശക്തമാകുമ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങളുടെ ഭാഗമായി മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തും. പിന്നീട് മാസങ്ങളോളം ചിലപ്പോൾ മത്സ്യബന്ധനം നടത്താനാവില്ല. ശക്തമായ കാറ്റിലോ കടലാക്രമണത്തിലോ പെട്ട് അപകടമുണ്ടാകാതെ ഇരിക്കാനാണ് ഇത്തരം വിലക്ക്. എന്നാൽ വിലക്കേർപ്പെടുത്തുമ്പോൾ ഉപജീവന മാർഗമില്ലാതെയാകുന്നു. പിന്നീട് കടുത്ത വറുതിയുടെ ദിനങ്ങളാണ്. ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും? നമ്മൾ ഈ കടൽ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. കടലിൽ പോകാനും പറ്റൂല, ചന്തയിൽ പോകാൻ അത് നോക്കിക്കഴിഞ്ഞാൽ തൂക്കം വന്നതുകൊണ്ട് നമുക്ക് ആ ജീവിതവും ഇല്ല. എല്ലാം ഓൺലൈൻ വഴി ആയതുകൊണ്ട് അതിൻ്റെ നമ്മളെ കൊണ്ടുപോകണവരൊന്നും വാങ്ങിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെ ജീവിക്കും? നിങ്ങൾ ധനസഹായം തരുമെന്ന് പറഞ്ഞാൽ ഈ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല, ഇവിടെ ആർക്കും നമുക്ക് ഒരു ധനസഹായവും ഈ തീരദേശത്ത് കിട്ടിയിട്ടില്ല. വിഫ ചുഴലിക്കാറ്റ്, ന്യൂനമർദ്ദം, അങ്ങനെ അനേകം പ്രതിസന്ധികൾ. കഴിഞ്ഞ ഒരു മാസമായി കടലിലെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. തീരദേശം പട്ടിണിയിലായിട്ടും ഒരു കുടുംബത്തിന് 1000 രൂപയും 6 കിലോ അരിയും നൽകാമെന്ന സർക്കാരിന്റെ വാഗ്ദാനം നടപ്പിലായിട്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു. അധികാരികളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഭക്ഷണത്തിനും ഉപജീവനത്തിനും മാർഗമില്ലാതായതോടെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളിൽ പലരും സ്കൂളിൽ പോലും പോകാനാകാത്ത അവസ്ഥയിലാണ്. പകുതി അടർന്നു വീഴാറായ കെട്ടിടങ്ങൾക്കകത്താണ് പലരുടെയും ജീവിതം. ഇതിനിടെ തീരദേശ വാർഡുകളെ മാത്രം തരംതിരിച്ച് ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ അധികമായി വോട്ടർമാരുടെ എണ്ണം കൂട്ടിയത് തീരദേശ ജനതയ്ക്ക് തിരിച്ചടിയായി. കോർപ്പറേഷൻ വാർഡ് വിഭജന വോട്ടർമാരുടെ പട്ടികയിൽ തീരദേശ വാർഡുകളായ പൂന്തുറ, ഭീമാപ്പള്ളി, വെട്ടുകാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ 10,000 മുതൽ 16,000 വരെ വോട്ടർമാരുള്ളപ്പോൾ 7,000-ൽ താഴെയാണ് മറ്റു വാർഡുകളിലെ വോട്ടർമാർ. ചില വാർഡുകളിൽ 3,000-ൽ താഴെയാണ് വോട്ടർമാരുള്ളത്. ഇത് തീരദേശ വികസനത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. വോട്ടർമാരുടെ ആനുപാതികമായി വാർഡ് വിഭജനം നടത്തി പുനഃക്രമീകരിക്കണമെന്നും അല്ലാത്തപക്ഷം കോടതിയെ സമീപിക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നു. സ്വന്തം ചിലവിൽ മണൽച്ചാക്കടുക്കി കടലാക്രമണത്തിൽ നിന്നും വീടുകൾക്ക് സംരക്ഷണമൊരുക്കുന്ന ഇവർക്ക് പുലിമുട്ടുകളിട്ട് സംരക്ഷണമൊരുക്കേണ്ടതുണ്ട്. വികസന പ്രവർത്തനങ്ങളെ പിന്നോട്ടടിക്കുന്ന വാർഡ് വിഭജനത്തിൽ കൃത്യമായ ഇടപെടലുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കടൽക്ഷോഭം രൂക്ഷമായ സാഹചര്യത്തിൽ പുലിമുട്ടിൽ തീരദേശത്തിന് സംരക്ഷണം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സർക്കാർ വാഗ്ദാനം ചെയ്ത ധനസഹായവും ഭക്ഷ്യധാന്യ കിറ്റും വിതരണം ചെയ്യണമെന്നും അവർ ആവശ്യപ്പെടുന്നു. മക്കളെ സ്കൂളിൽ നേരെ ചെവ്വേ വിടാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയാണ് കോർപ്പറേഷൻ്റെ വകയായിട്ട് കുറച്ച് ചാക്കടക്കി തന്നു. അതെല്ലാം തിര കൊണ്ടുപോയി. എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ കഴിയുന്ന വിധത്തിൽ ചാക്കിറക്കുകയും മണ്ണടിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അധികാരികൾ ആരും വന്ന് തിരിഞ്ഞു നോക്കുകയോ ഏതാണ് ഇവർ കുടിച്ചോ ഉണ്ടോ ഉറങ്ങിയോ എന്ന് പോലും അവർ അന്വേഷിക്കുന്നില്ല. ഇലക്ഷൻ വരുമ്പോഴത്തേക്കും മോഹന വാഗ്ദാനങ്ങളും കൊണ്ടുവരും. അവിടെ കൊടുക്കുന്നു ഇവിടെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങളും കൊണ്ടുവരും. ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യും ഇത് ചെയ്യും. ഞങ്ങൾ ഇതുവരെ ഒന്നും കണ്ടില്ല. അത് പിന്നെ ഇവിടെ പണിക്ക് പോയില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ട്. ഞങ്ങൾ കടലുകൊണ്ട് ജീവിക്കുന്നവരൊക്കെയാണ്. കടലുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇത്രയും കാലം കടലുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇപ്പം കടലിലിറങ്ങാതെ ഏകദേശം 3 മാസങ്ങളായി. അല്ല, ഒരു ആനുകൂല്യം പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരധികാരികളോ ആരും വന്ന് ഇവിടെ ഒന്നും തിരിഞ്ഞു വരാൻ നോക്കുന്നില്ല. ഇപ്പോൾ കുറേ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അവരെ കയ്യിൽ നിന്നാണ് ചാക്കുകളൊക്കെ എടുത്ത് അവരാണ് കണ്ടെത്തി ക്ലേ കൊണ്ട് അടിച്ച് അവരിപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രഖ്യാപനങ്ങൾ മഴ ചൊരിയുന്നത് പോലെ നടക്കുന്നതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു ഇംപ്ലിമെൻറ്റേഷനും കാണുന്നില്ല. പ്രഖ്യാപിക്കുന്ന ഒരു പദ്ധതിയും മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല. അതിന് മത്സ്യത്തൊഴിലാളികൾ തന്നെ ധാരാളം പ്രതികരണം നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഫിഷറീസ് വകുപ്പ് മന്ത്രി
ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുകയും പ്രഖ്യാപനങ്ങൾക്കൊരു ദാരിദ്ര്യവുമില്ലാതെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുതെന്ന് സർക്കാർ നിർദ്ദേശിക്കുന്നതിൻ്റെ ഏത് ദിവസമാണോ ആ ദിവസം 300 രൂപയും ഭക്ഷ്യധാന കിറ്റും കൊടുക്കുമെന്ന് പറഞ്ഞു.